തൃശ്ശൂരിൽ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾ സമരത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 350ഓളം തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നത്. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണെന്നും ഒത്തിരി മണിക്കൂർ ജോലി ചെയ്താലും വെറും 500 രൂപ, 8-10 മണിക്കൂർ ജോലി ചെയ്താലും വെറും 500 രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നൊക്കെയാണല്ലോ അവരുടെ പരാതി. അതുതന്നെയാണ്. ജീവിക്കാൻ പോലും നിവർത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വിഗ്ഗി, അതുപോലെ തന്നെ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയ 2 വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണ് നിലവിൽ ഈ പണിമുടക്കുന്നത്. 350-ലധികം തൊഴിലാളികളാണ് ഇന്നു മുതൽ അനിശ്ചിത കാലത്തേക്ക് ഈ പണിമുടക്കുന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. 12 മണിക്കൂറിലധികം പണി ചെയ്താൽ പോലും 500 രൂപയും 400 രൂപയും ഒക്കെയാണ് കിട്ടുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പെട്രോളിന് 65 രൂപ ഉണ്ടായിരുന്നപ്പോൾ നൽകിയ ഇൻസെന്റീവ് ആണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി 3 ദിവസം എന്തെങ്കിലും കാരണത്താൽ ഒരാഴ്ചയിൽ 3 ദിവസം അവധിയെടുക്കുകയാണെങ്കിൽ ഇൻസെന്റീവ് പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഈ ഹോട്ടലിൽ നിന്ന് തയ്യാറായി കിട്ടിയില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ അത് കസ്റ്റമറിന് നൽകണമെന്നുള്ളതാണ്. അത് കസ്റ്റമർ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇവരും പറയുന്നത് പലപ്പോഴും അരമണിക്കൂറൊക്കെ ഒരു ഹോട്ടലിന് മുന്നിൽ ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് 10 മിനിറ്റ് വരെ എന്നുള്ള ഇത് കുറയ്ക്കുക, അതിനുശേഷം കസ്റ്റമർക്ക് അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഈ 350ഓളം വരുന്ന തൊഴിലാളികൾ പണിമുടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഒരു ഹോട്ടലുകളിൽ നിന്നും ഇവർ ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. ഈ ഓർഡർ എടുക്കാൻ, ഈ സമരം അറിയാതെ എത്തുന്ന തൊഴിലാളികളെ ഇവർ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.